കോഴിക്കോട് പയ്യോളിൽ അമ്മയെയും മകനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തുറയൂർ മുണ്ടാളിത്താഴ സ്വദേശികളായ മാധവി, മകൻ സജീഷ് എന്നിവരെയാണ് ഇന്ന് രാവിലെയോടെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പയ്യോളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കോഴിക്കോട് പയ്യോളിയിലെ തുറയൂരിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. മുണ്ടാളിത്തായ സ്വദേശികളായ മാധവി, മകൻ സജീഷ് എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ താമസം. അങ്ങേയറ്റം സാമ്പത്തിക പരാധീനതകളിലൂടെ ജീവിക്കുന്ന കുടുംബമായിരുന്നു. പലപ്പോഴും നാട്ടുകാരുടെ സഹായത്തോടെയായിരുന്നു ഇരുവരുടെയും ജീവിതം. നാട്ടുകാരുടെ സഹായത്തോടെ ഇവരുടെ വീട്ടുപറമ്പിൽ മതിൽ കെട്ടി നൽകാൻ തീരുമാനമായിരുന്നു. രാവിലെ 7 മണിയോടെ മതിൽ കെട്ടാനെത്തിയ അയൽവാസികളാണ് മൃതദേഹങ്ങൾ കണ്ടത്. സജീഷിനെ വിളിച്ചിട്ടും മറുപടി ഇല്ലാതായതോടെ സംശയം തോന്നിയ അയൽവാസികൾ വീടിനകത്ത് കയറി പരിശോധിക്കുകയായിരുന്നു. കിടപ്പ് രോഗിയായ അമ്മ മാധവി വീടിനകത്തെ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായും മകൻ സജീഷ് തൊട്ടടുത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യോളി പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹങ്ങൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 3 മാസമായി എല്ലുപൊട്ടി കിടപ്പിലായിരുന്നു മാധവി. അമ്മയുടെ മരണത്തിൽ മാനസികമായി തകർന്ന യുവാവ് ജീവനൊടുക്കിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പയ്യോളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.